ഞാനൊരു കൂട്ടം കാണിക്കട്ടെ? കാണിച്ചോ. എന്താ ഇത്? എന്റെ 10ാം ക്ലാസ്സിന്റെ സ്കൂൾ അഡ്മിഷന്റെ അപേക്ഷാ ഫോറം. അതുവരെ എത്തിയോ കാര്യങ്ങള്? മെടുക്കി. ഇതെനക്കൊന്ന് പൂരിപ്പിച്ചേരണം. പിന്നെ എന്താ? പിന്നില്ലേ, ഞാൻ പഠിച്ച ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പോയി ആടത്തെ ഹെഡ് മാസ്റ്റർ കണ്ട് TCയും 9ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും എല്ലാം ഞാൻ സംഘടിപ്പിച്ചു. ആല്ല ഞാൻ മീനാക്ഷിന്റെ സ്കൂളിലെ വിശ്വനാഥൻ സാറിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അത് വാങ്ങുമ്പോ സാറിന്റെ മുഖം ഒന്ന് കാണണേനും. ഒരിക്കലും നടക്കൂലെന്ന് സാറ് വിചാരിച്ച കാര്യല്ലേ ഞാൻ സംഘടിപ്പിച്ചു കൊടുത്ത. അതേതായാലും കലക്കി. ഇനി അപേക്ഷ കൂടി പൂരിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ കടമ്പ കടന്നു. നമുക്ക് അതുകൂടെ അങ്ങ് കൊടുത്തേക്കാം. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, പഠിച്ച സ്കൂളിന്റെ പേര്, ജനന തീയതി, എല്ലാ ഡീറ്റെയിൽസും അങ്ങ് പറഞ്ഞു കൊടുത്തേക്കണം. ഒരു മിനിറ്റ്, പെണ്ണെടുക്കട്ടെ. ദാ ഇതിന്റെ മുകളിൽ വെച്ചെടുക്കും. പേര് സുധാമണി. എന്റെ കാര്യത്തില് തീരുമാനമൊന്നും ആയിട്ടില്ല മാധവമ്മേ. ഇതുകൂടി പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇത് വെച്ച് ബോർഡ് കൂടി തീരുമാനിക്കും പോലും. ഒക്കെ നടക്കും. നീ സമാധാനമായിരിക്കും. എനക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഒരു വലിയ ബോംബ് പൊട്ടും മാധവമ്മേ. എവിടെയാന്നറിയോ? എവിടെയാ? അപർണേന്റെ വീട്ടില്. ഞാൻ മീനുവിന്റെ സ്കൂളിൽ 10ാം ക്ലാസ് ചേർന്നൂന്നറിഞ്ഞ അപർണേന്റെ അമ്മ ആ നിമിഷം തലചുറ്റി വീഴും. എന്റെ ബേജാറ് മുഴുവൻ പിള്ളേരെ കാര്യം ആലോചിക്കുമ്പോ ഓരോട് ഞാൻ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓറല്ലേ ഇത് അറിയുമ്പോ എന്നാ പറയാന്ന് ഒരു പിടിയുമില്ല. എന്റെ ബാലുവിന്റെ കല്യാണത്തിനെ ഇത് ബാധിക്കരുതെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അതൊന്നും നീ കാര്യാക്കണ്ട. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പലതും പറയും. അതിനൊക്കെ ചെവി കൊടുക്കാൻ പോയാലേ നമുക്ക് നമ്മുടെ സ്വപ്നം കണ്ട അയലത്തോലെ എത്താൻ പറ്റില്ല. പിള്ളേരെ കാര്യം ആലോചിക്കുമ്പോ അവർക്ക് വേണ്ടി ജീവിതം പോലും ഹോമിച്ചവളല്ലേ നീ. അത് വേണ്ട എന്ന് അവരാരും നിന്നോട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. കുറ്റം പറയാനും പഴിചേരാനും വരുന്നവർ അതിനുള്ള പരിഹാരം കൂടി കൊണ്ടുവരണ്ടേ? നമുക്ക് നോക്കാം. നീ നേരത്തെ പറഞ്ഞ ബോംബുണ്ടല്ലോ, അത് അപർണയുടെ വീട്ടിൽ പൊട്ടുന്നതിനേക്കാൾ മുന്നേ നിന്റെ വീട്ടിലാ പൊട്ടാൻ പോകുന്നത് സുധാമണി. നീ യശോദ മെമ്മോറിയൽ സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെന്ന് മീനാക്ഷി അറിയുന്ന ആ നിമിഷം നിന്റെ വീട്ടിലാണ് ആദ്യത്തെ ബോംബ് പൊട്ടുക. അത് കരുതിയിരുന്നോ? ആഹാ, ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറഞ്ഞിറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയല്ലോ. ഫ്രണ്ടിനെ കണ്ടു, പക്ഷേ അവന്റെ കൂടെ ഒരാളെ കൂടി കണ്ടപ്പോ അത് നിനക്ക് വലിയൊരു സർപ്രൈസ് ആവുമെന്ന് തോന്നി. അതുകൊണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു ആളെ. Who's that? This is a surprise. ഇത് മനസ്സിലായില്ല? അപ്പൊ ഇത് ശരിക്കും സർപ്രൈസ് തന്നെയാണ്. ഇത് ആരാണെന്ന് നീ ഒന്ന് ഗസ് ചെയ്യേ. നിന്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ ഒരു ഒറിജിനൽ കാഞ്ചീപുരം പട്ടുസാരി എന്റെ വക. ഇത് കിരണല്ലേ? ആബ്സല്യൂട്ട്ലി റൈറ്റ്. അപ്പോ എന്റെ ഒരു 25,000 പോയി കിട്ടി. എത്ര വർഷം മുമ്പ് കണ്ടതാ ഇവനെ? അതെ, കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോ അപർണയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അത് നടന്നില്ലല്ലോ.
നീ ഞങ്ങൾ അകത്തേക്ക് വിളിക്കുന്നില്ലേ? അയ്യോ, ഞാൻ ഈ കൺഫ്യൂഷനില് അത് വിട്ടുപോയി. സോറി. വരൂ. കമിൻ കമിൻ. എന്നാലും ഏട്ടന് കിരണിനെ എങ്ങനെ അറിയുന്നത്? നല്ല ചോദ്യം. ഇവന്റെ അപ്പൻ ശേഖരന്റെ അടുത്ത സുഹൃത്തല്ലേടി. ഓ, അങ്ങനല്ലേ നിന്റെ ഫ്രണ്ട് മധുമിതയെ അവൻ മീറ്റ് ചെയ്യുന്നത് തന്നെ. ആക്ച്വലി സർപ്രൈസ്ഡ് ആയത് ഞാനാ. ആന്റിനെ ഐഡന്റിഫൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. നിന്റെ ഇപ്പോഴത്തെ ഈ രൂപം വെച്ച് നിന്നെ തിരിച്ചറിയാനേ പറ്റില്ല. പക്ഷെ മാഞ്ഞു പോകാത്ത ഒന്നുണ്ടല്ലോ നിന്റെ മുഖത്ത്. ആ പുരികത്തിന് താഴെയുള്ള മാർക്ക്, അത് കണ്ടാ ഞാൻ തിരിച്ചറിഞ്ഞത്. ഇത് കാണുമ്പോ എന്ന് ഞാൻ അപർണയെ ഓർക്കാറുണ്ട്. അതെന്താ അത്? ഞാൻ അറിയാത്തൊരു കഥ. ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ച് അപർണ ഇവനെ പടിയിന്ന് തള്ളി താഴെ ഇട്ടപ്പോ പുരികത്തൊരു മുറിവുണ്ടായി സ്റ്റിച്ച് ഇട്ടു. അന്ന് എന്നേക്കാൾ ഉച്ചത്തിലായിരുന്നു അപ്പുവിന്റെ നിലവിളി. അന്നേ എനിക്ക് മുറിഞ്ഞ അവൾക്കാ വേദനിച്ചിരുന്നത്. ഐ മീൻ, അത്ര ചങ്ക് ബഡീസ് ആയിരുന്നല്ലോ ഞങ്ങള്. ആ, എന്നിട്ട് ഇത് കേക്കങ്ങളെ, എന്റെ അമ്മ എന്നെ വിളിക്കാൻ വന്നപ്പോ അപർണയെ തള്ളിയിട്ടെന്ന് ഞാൻ പറഞ്ഞു. അതവൾക്ക് വലിയ ഷോക്കായിപ്പോയി. എത്ര നാളാ പിന്നീട് അവൾ എന്നോട് പിണങ്ങിയിരുന്നത്, അല്ലേ ആന്റി? മോനെന്താ കുടിക്കാൻ എടുക്കണ്ടേ? ഒന്നും വേണ്ട ആന്റി, ഐ എം ഗുഡ്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ ഇത്ര കാലത്തിന് ശേഷം ഇവിടെ വരുന്നേ. ഞാനൊരു ജ്യൂസ് എടുക്കാൻ തങ്കത്തിനോട് പറയാം. നോ ആന്റി, ഇറ്റ്സ് ഓക്കെ. അല്ല, അപ്പു എവിടെ? ആളെ കണ്ടില്ലല്ലോ. അവളിവിടെ ഇല്ല, ഓഫീസിൽ പോയി. ആ, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അപർണ ഇവിടെ കാണുന്ന ഞാൻ കരുതിയത്. ഇപ്പോ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് 5 ഡേ വീക്ക് ആണല്ലോ. അപ്പുന്റെ ഓഫീസും അങ്ങനെ തന്നെയാ. പക്ഷേ അവൾക്കിപ്പോ സാറ്റർഡേയും സൺഡേയും ഒന്നുമില്ല. കമ്പനിയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്ട് ഹെഡ് ചെയ്യാ അവളിപ്പോ. ഓ, ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. എന്റെ വക ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കണം അവളോട്. ഓ, പിന്നെന്താ, ഉറപ്പായും പറഞ്ഞേക്കാം. ആ ഡ്യൂട്ടി എന്തിനാ നീ യാമിനിയെ ഏൽപ്പിക്കുന്നത്? നിനക്ക് തന്നെ നേരിട്ട് പറയാലോ. അപർണയുടെ പ്രൊമോഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ മൺഡേ അവളുടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവളുടെ കൊളീഗ്സും പിന്നെ നമ്മുടെ വളരെ ക്ലോസ് ആയ റിലേറ്റീവ്സും കാണും. വൈ കാന്റ് യു ജോയിൻ? ഏട്ടാ, അത് നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. കിരണിനെ അങ്ങോട്ട് പോയി നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നല്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട. ഇവൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ, അല്ലേ കിരൺ? യെസ് അങ്കിൾ, അത്തരം ഫോർമാലിറ്റീസിലൊന്നും എനിക്ക് താല്പര്യമില്ല ആന്റി. ഐ ഡോണ്ട് മൈൻഡ് കമ്മിങ് ഫോർ ദ പാർട്ടി. ആ പാർട്ടിയിൽ എന്റെ പ്രസൻസ് ഇതിനേക്കാൾ വലിയ സർപ്രൈസ് ആവും അപർണയ്ക്ക്. ബൈ ദ വേ, അപ്പുന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഏതുവരെ എത്തി? അവളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയെന്ന് അമ്മ പറഞ്ഞറിഞ്ഞു. ഞങ്ങൾക്കാർക്കും താല്പര്യമില്ലാത്ത ബന്ധമായിരുന്നു അത്. എതിർപ്പ് കൂടിയപ്പോ അവൾ ഒരു അവിവേകം കാണിച്ചു, അത്രേ ഉള്ളൂ. ഒക്കെ ആ ചെറുക്കന്റെ ബ്രെയിൻ വാഷ് കാരണമാ. ഇപ്പോ ഞങ്ങളത് വീണ്ടും റീതിങ്ക് ചെയ്താലോ എന്നൊരു. പിന്നെ മോന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോലി ഞാൻ ഏകദേശം ഉപേക്ഷിച്ച മട്ട ആന്റി. അയ്യോ, എന്തു പറ്റി? എനി ഇഷ്യൂസ്? ഏയ്, നത്തിങ്. ഇൻഫാക്ട് കഴിഞ്ഞ 2 വർഷമായി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് വിന്നർ ഞാനാ. പക്ഷേ എനിക്ക് ആരുടെങ്കിലും കീഴില് മാസ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. സോ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ കമ്പനി ഇൻ ന്യൂയോർക്ക്. ഓ, അതിന്റെ മാൻ പവർ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടാ ഞാനിപ്പോ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വന്നത്. ഇവിടെ ആവുമ്പോ ബെസ്റ്റ് ബ്രെയിൻസിനെ ചീപ്പ് കോസ്റ്റിന് കിട്ടും. ജർമ്മനിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിനെ പറ്റി സന്ദീപ് അങ്കിൾ എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്കഷനൊക്കെ ഫൈനലൈസ് ആയി. നമ്മൾ എത്രയും പെട്ടെന്ന് തുടങ്ങും, അല്ലെങ്കിൽ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ആന്റി, ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അയ്യോ, സംസാരിച്ചു നിന്ന് ജ്യൂസിന്റെ കാര്യം വിട്ടുപോയി. ഇരിക്കും, ജ്യൂസ് എടുക്കാം. ഇറ്റ്സ് ഓക്കെ ആന്റി. പാർട്ടിക്ക് വരുമ്പോ ഒരു ഫുൾ കോഴ്സ് ഡിന്നർ തന്നെ കഴിക്കാലോ. അങ്കിളിനെ കണ്ട സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കേറിട്ട് പോകുന്ന കരുതി വന്നതാ. ആന്റി, മൺഡേ എത്ര മണിക്കാ പാർട്ടി? അത് വൈകുന്നേരം 7 മണിക്ക് തന്നെ. ആ, ഗ്രേറ്റ്. അപ്പൊ മൺഡേ ഈവനിങ് കാണാം. ബൈ അങ്കിൾ. ഐ വിൽ ഡ്രോപ്പ് യു. വിളിച്ചു കൊണ്ടുവന്നതുപോലെ തിരിച്ചു കൊണ്ടാക്കണ്ടേ? താങ്ക് യു സോ മച്ച്. വാടോ മുതലാളി.
കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബോർഡിന് മുമ്പിൽ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിരുന്നു. അതിൽ ബാല്യകാലത്ത് പഠിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയുടെ രൂപരേഖ ഉണ്ടായിരുന്നു. അതിനോട് അനുഭാവപൂർണമായിട്ടാണ് അന്ന് അവരെല്ലാവരും പ്രതികരിച്ചിരുന്നത്. ഇന്ന് ആ പദ്ധതി നടപ്പാക്കാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ സ്റ്റുഡന്റിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു മീറ്റ് ഹർ. കം ഇൻ, സുധാമണി. നമസ്കാരം. പഠിത്തത്തില് പുറകിലായ കുട്ടികളെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുവാൻ വേണ്ടത്. സുധാമണി 10th ഡിയിലെ മീനാക്ഷിയുടെ അമ്മയല്ലേ? അതെ. ഹൗ ക്യാൻ വി ഗിവ് അഡ്മിഷൻ ടു ദിസ് ലേഡി? ഹൗ വിൽ യു മാനേജ് വിത്ത് യുവർ ഓൺ ഡോട്ടർ ഇൻ ദ സെയിം ക്ലാസ് റൂം? എന്റെ അപ്പാ, ഇത്രയും സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിച്ച എന്റെ തലവിറ്റി പോയേപ്പാ. ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ടില്ലേ? അവർക്ക് ബേസിക് ആൻഡ് സിമ്പിൾ ഇംഗ്ലീഷ് പോലും മനസ്സിലാവുന്നില്ല. ഹൗ വിൽ ഷീ കോപ്പ് അപ്പ് വിത്ത് others and the system? ഷീ ഈസ് ജസ്റ്റ് എ ബിഗിനർ. ഒരുപാട് വർഷങ്ങളായി അവർക്ക് പുസ്തകങ്ങളുമായി ഒരു ബന്ധവുമില്ല. അവർ സാവധാനം എല്ലാം പഠിച്ചുകൊള്ളും. സർ, ഇവരെ അങ്ങനെ മെനക്കെട്ട് പഠിപ്പിക്കാനുള്ള സമയം ഇവിടെ ആർക്കാണുള്ളത് സർ? ഇവിടെ പഠിക്കാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാവും സർ. ഞങ്ങള് ടീച്ചേഴ്സിനും അതൊരു ബുദ്ധിമുട്ട് തന്നെയാ. ഇത് തികച്ചും പ്രായോഗികമായ ഒരു ആശയമല്ല സാർ. അല്ലെങ്കിലും ഈ പ്രായത്തില് ഇവരെന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കോ? വിളിപ്പിക്കാം പ്ലീസ്. നീ കെമിസ്ട്രിയുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തല്ലോ. ഒന്ന് തരണേ, എനിക്കൊന്ന് രണ്ടോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാ. നീ ഇത്തിരി കഴിഞ്ഞ് ക്ലാസ്സിലേക്കോ? നീ എടുത്തരാട്ടോ. ശരി. മീനാക്ഷി, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? സുഖമില്ലേ? പനിയൊന്നുമില്ലല്ലോ. പിന്നെ ഇതെന്താ പറ്റിയ? നീ എന്താ ലഞ്ച് കഴിക്കാൻ വരാഞ്ഞ്? എനിക്ക് വേണ്ട, വിശപ്പില്ല. എന്താടി, എന്താ കാര്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് വാ തുറന്ന് പറ. ഞാൻ വലിയൊരു കുരുക്കിപ്പെട്ടിരിക്കുക ജീന. എന്ത് കുരുക്ക്? എന്റെ പഠിത്തം മിക്കവാറും മുടങ്ങുന്ന ലക്ഷണമാ ജീന. വൈ? സുധാന്റെ നിന്നെ കോച്ചിങ് സെന്ററിലൊക്കെ കൊണ്ട് ചേർത്തല്ലേ? നിന്റെ മാർക്കിന്റെ കാര്യത്തിലാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തായാലും നിനക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. എക്സാമിന് എന്തായാലും ഇനി 3 മാസം സമയമുണ്ടല്ലോ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാടാ. നീ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താ ഈസി ആയിട്ട് നിനക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നീ ഇപ്പോഴും അതിനെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണ്ട. അതൊന്നും അല്ല ജീന പ്രശ്നം. പിന്നെന്താ? അമ്മ നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇവിടെയോ? എന്തിന്? നീ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ല, അമ്മ തന്നെയാ. അമ്മ നമ്മുടെ ഈ സ്കൂളിൽ തന്നെ അമ്മയ്ക്ക് വേണ്ടി 10ാം ക്ലാസ്സിലേക്ക് ഒരു അഡ്മിഷന് ശ്രമിക്കുന്നുണ്ട്. ആര്? സുധാന്റിയോ? അല്ലാതെ പിന്നെ എനിക്ക് വേറെ അമ്മയുണ്ടോ? അതൊരു ഗ്രേറ്റ് ന്യൂസ് ആണല്ലോ. നമ്മുടെ സ്കൂളില് 2-3 വർഷമായിട്ട് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. കോവിഡിന് മുന്നേ തുടങ്ങിയതാ. പക്ഷെ കോവിഡ് കാരണം എല്ലാം ക്ലോസ് ആയി പോയി. ഇപ്പൊ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാ മാം പറഞ്ഞു. എന്റെ വീട്ടിൽ വരുന്ന സെർവന്റിന്റെ ഹസ്ബൻഡ് ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ അതില് ജോയിൻ ചെയ്ത് പഠിക്കാനാ സുധാന്റി ഉദ്ദേശിക്കുന്നെങ്കിലേ അത് നല്ല കാര്യമല്ലേ? ആൻഡ് സുധാന്റി വിൽ ബി ദ ബെസ്റ്റ് നൈറ്റ് ബാച്ച് സ്റ്റുഡന്റ്. മാത്രമല്ല നിനക്ക് വീട്ടില് കമ്പൈൻ സ്റ്റഡിക്ക് ഒരാളെയും കൂടെ കിട്ടുമല്ലോ. കുറച്ച് ദിവസമായിട്ട് എന്റെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമായത്. നിനക്കിത് വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്?
ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ഒരു വിഷമം പറയുമ്പോ നീ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ചൂടാവാതെ മോളെ, എനിക്ക് കാര്യം മനസ്സിലാവാത്തൊന്നും അല്ല. നീ ടെൻഷൻ അടിക്കുന്നത് പോലെ ഒരു പ്രശ്നവും ഇതിലില്ലെന്ന് പറഞ്ഞതാ. ഈ റെഗുലർ ക്ലാസ്സിന് വരുന്ന നമ്മുടെ ഒരു സ്റ്റുഡന്റും നൈറ്റ് ക്ലാസ്സിന് വരുന്ന ഒരു സ്റ്റുഡൻസിനെ പോലും കാണാറ് പോലും ഇല്ല. നമ്മുടെ സ്കൂളിൽ നൈറ്റ് ക്ലാസ്സിനുള്ള ആരെങ്കിലും നീ ഈ 2 വർഷത്തിനിടയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് 2-3 മണിക്കൂറിന് ശേഷമാ അവരുടെ ക്ലാസ് പോലും തുടങ്ങുന്നത്. അതുകൊണ്ട് നീ പ്രതീക്ഷിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഈ കാര്യത്തിലുണ്ടാവാൻ പോകുന്നില്ല. അതിന്റെ പേരിലേ മോൾ ഇങ്ങനെ ഊണ് ഉറക്കൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നീ ഇങ്ങനെ തോക്ക് കയറി വെടിവെക്കല്ലേ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മ അഡ്മിഷന് ശ്രമിക്കുന്നത് നൈറ്റ് ക്ലാസ്സിനാന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റെഗുലർ ബാച്ചിലേക്കാ. നീ ഈ പറയുന്ന നൈറ്റ് ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടാണോ? അതാണ് അമ്മയുടെ പദ്ധതിയെങ്കിൽ ഞാൻ ഇങ്ങനെ അപ്സെറ്റ് ആവേണ്ട കാര്യമുണ്ടോ? പക്ഷെ റെഗുലർ ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അമ്മയുടെ പഴയ സ്കൂളിലെ ഡോക്യുമെന്റ്സ് ഒക്കെ വേണ്ടേ? ഐ മീൻ മാർക്ക് ലിസ്റ്റ്, TC അതൊക്കെ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആന്റിക്ക് അതൊക്കെ എവിടെ നിന്ന് കിട്ടാനാ? അതൊന്നും നടക്കില്ല മീനാക്ഷി. അത് തന്നെയാണ് അമ്മയുടെ വാശിയും. എന്തെങ്കിലും ഒരു കാര്യം നടക്കില്ലെന്ന് അമ്മയോട് ആരെങ്കിലും പറഞ്ഞാലോ, അമ്മ എവിടുന്നെങ്കിലും കേട്ടാലോ, പിന്നീട് അത് നടത്താതെ അമ്മയ്ക്ക് കിടന്നാൽ ഉറക്കം വരില്ല. ഷീ സച്ച് എ ക്യാരക്ടർ. ബട്ട് ഹൗ കാൻ ഷീ മേക്ക് ഇറ്റ് പോസിബിൾ? അമ്മ റെഗുലർ ക്ലാസ് അഡ്മിഷന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചത് അതുകൊണ്ടാ. കഴിഞ്ഞ ദിവസം നിന്ന നിപ്പില് അമ്മ പെട്ടെന്ന് കണ്ണൂർക്കൊരു യാത്ര പോയി, അമ്മയുടെ നാട്ടിലേക്ക്. അത്ര എമർജൻസി ആയിട്ട് എന്തിനാ ഒരു യാത്ര എന്ന് ഞാനും സാഗരേട്ടനും ചോദിച്ചതിന് മുത്തപ്പനെ കാണാൻ പോവാന്നാ അമ്മ മറുപടി പറഞ്ഞത്. അത് പച്ച കള്ളമായിരുന്നു എന്ന് തിരിച്ചു വന്ന ശേഷം അമ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യായി. എങ്ങനെ? ബാഗിനുള്ള അമ്മയുടെ പഴയ സ്കൂളിൽ നിന്നുള്ള TCയും 9ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും ഉണ്ടായിരുന്നു. ഈസ് ഇറ്റ് ട്രൂ? യെസ്. ഐ കാൻ ബിലീവ് ദിസ്. അമ്മയുടെ ഈ പദ്ധതി എന്ത് വില കൊടുത്ത് മുടക്കണം ജീന. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേർ തന്നെ എന്നെ കളിയാക്കി കൊല്ലും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച സത്യമായിട്ട് ഞാൻ പഠിത്തം നിർത്തിക്കളയും. ലോങ് ബെൽ അടിച്ചു. എന്തായാലും നീ ക്ലാസ്സിലേക്ക് വാ. ബാക്കി നമുക്ക് സ്കൂൾ വിട്ടതിന് ശേഷം സംസാരിക്കാം. എന്തായി സർ? ഐ എം സോറി സുധാമണി. സുധാമണിയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി. ട്രസ്റ്റ് അംഗങ്ങളെല്ലാം സുധാമണിയുടെ അഡ്മിഷന് എതിരാണ്. ഞാൻ പലതും പറഞ്ഞു നോക്കി, പക്ഷെ അവര് കൺവിൻസ്ഡ് ആവുന്നില്ല. എന്ന് വെച്ചാൽ മനസ്സിലായി സർ. പക്ഷെ ഇത് സാറിന്റെ സ്വന്തം സ്കൂളല്ലേ? സാറിന്റെ അമ്മേന്റെ പേരിലല്ലേ ഈ സ്കൂളുള്ളത്, യശോദ മെമ്മോറിയൽ സ്കൂള്? അതെ, ഇതെന്റെ അമ്മയുടെ പേരിലുള്ള സ്കൂളാണ്. ഞാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയില്ല. സ്കൂളിന്റെ നിയമപ്രകാരം ആരുടെ ഭാഗത്തു നിന്നും എന്ത് സജഷൻ വന്നാലും ബോർഡ് മീറ്റിംഗ് കൂടി മെജോറിറ്റി അംഗങ്ങൾ അനുകൂല അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സർ? There is a chance. പക്ഷേ അത് സുധാമണിയെ കൊണ്ടേ സാധിക്കൂ. ഞാനോ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഞാൻ പറഞ്ഞ ആര് കേൾക്കാനാ സാറേ? സാറ് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം എന്നെ കൊണ്ട്. ബുദ്ധി ഉപയോഗിച്ച് നേടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഹൃദയത്തിന്റെ ഭാഷ ഉപയോഗിച്ച് നമുക്ക് നേടാൻ പറ്റും.